ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. OTT അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്. അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ടെർബോ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഏകദേശം 13ഓളം റിലീസുകളാണ് ഇന്ന് ജൂൺ മാസം 7-ാം തീയതി OTT റിലീസ് ചെയ്തിരിക്കുന്നത്. സർപ്രൈസ് റിലീസും വന്നിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഏതെങ്കിലും ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളത്. അപ്പോൾ ഇന്ന് സർപ്രൈസ് റിലീസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. ആദ്യം തന്നെ ഒന്നാമത് ഒരു സീരീസ് ആണ് ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ആനിമേഷൻ അഡ്വഞ്ചർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം ഭാഷകളായിട്ട് 5ാമത്തെ എപ്പിസോഡ് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി. അടുത്ത മലയാളത്തിലുള്ളൊരു സിനിമയാണ് അക്കുവിന്റെ പടച്ചോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ് സിരകൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇന്ന് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് രണ്ടാഴ്ച മുമ്പേ പിന്നെ ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്ത വിശാൽ പ്രധാന വേഷം കൈകാര്യ സിനിമയായിരുന്നു രത്നം എന്ന് പറഞ്ഞ സിനിമ. തമിഴ് സിനിമയായിരുന്നു. ആമസോൺ പ്രൈമിലായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഇന്ന് മുതൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ മലയാളം, കന്നഡ ഭാഷകളിലും അവൈലബിൾ ആണ്. അടുത്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് MI OK എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് 2023 റിലീസ് ചെയ്ത ഒരു കൊറിയൻ ത്രില്ലർ മൂവിയാണ്. കൊറിയൻ ത്രില്ലർ സയൻസ് ഫിക്ഷൻ ഡ്രാമ മൂവിയായിരുന്നു കോൺക്രീറ്റ് ഉട്ടോപ്യ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇപ്പോൾ മുതൽ കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് 105 മിനിറ്റ്സ് പറഞ്ഞ ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഹൻസിക പ്രധാന വേഷം കൈകാര്യ സിനിമയായിരുന്നു. ആഹാ തമിഴ് വഴിയും ആഹാ തെലുങ്ക് വഴിയും അതുപോലെ തന്നെ ആമസോണിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഭാഷ ഹിറ്റ്മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ബൂമർ അങ്കിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യോഗി ബാബു ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു കൊറിയൻ ഡ്രാമ സീരീസ് ആണ്. ഹൈറാർക്കി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബ്ലാക്ക് ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ് ടീനന്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടീനന്റ് ഈ ഒരു തെലുങ്ക് മൂവി ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് സർപ്രൈസ് ആയി റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ആമസോൺ പ്രൈമിൽ. കെവിൻ പ്രധാന വേഷം കൈകാര്യം ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയാണ് സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ നല്ലൊരു വിജയം നേടിയ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും 13ഓളം റിലീസുകളാണ് ഇന്ന് ഓൾറെഡി ജൂൺ മാസം 7-ാം തീയതി ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷത്തെ റിലീസുകൾ ഏതൊക്കെ നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുള്ളൂ. അതായത് ജൂൺ മാസം 8-ാം തീയതി ഒരു ഡ്രാമ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ് ദ എൻഡ് വി സ്റ്റാർട്ട് ഫ്രം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ മമ്മുക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ടെർബോ എന്ന് പറഞ്ഞ സിനിമ. കോമഡി ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇപ്പോൾ തിയേറ്ററിൽ നല്ലൊരു കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ടായിരുന്നു. ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആവേശം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തതുപോലെ തിയേറ്റർ റിലീസ് ചെയ്ത് 28 ദിവസത്തിനുള്ളിൽ ഈ ഒരു സിനിമ പിന്നെ ആമസോൺ പ്രൈമിൽ വരുന്നുള്ളൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. 28 ദിവസമോ അല്ലെങ്കിൽ 42 ദിവസം എന്നുള്ളൊരു അപ്ഡേറ്റും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 28 ദിവസത്തിനുള്ളിൽ വരികയാണെങ്കിൽ ഈ മാസം ജൂൺ മാസത്തിൽ 20-ാം തീയതിയോ അല്ലെങ്കിൽ 40 ദിവസത്തിനുള്ളിലാണെങ്കിൽ ജൂലൈ മാസം ഫസ്റ്റ് വീക്കോ ആയിരിക്കും സിനിമയുടെ റിലീസ് ഉണ്ടാവുക. എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആമസോൺ പ്രൈമിൽ ആയതുകൊണ്ട് അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്തായാലും അവർ ഒഫീഷ്യലി പുറത്തു വിട്ടതിന് ശേഷം മാത്രമേ റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. പെട്ടെന്ന് വരികയാണെങ്കിൽ ഒഫീഷ്യലി പുറത്തു വിടാൻ ചാൻസ് ഇല്ല. ഒരു
ഒരു പിന്നെ തലേന്നൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ പുറത്തു വിടാറുള്ളൂ. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പിന്നെ ലിറ്റിൽ ഹേർട്സ് എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.